സിംഹം നല്ല ഒന്നാന്തര സിംഹമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലെന്നുള്ള. ഹായ്, റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിംഹത്തെയും കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോകുന്നത്. ആ സിംഹം ഇപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയുണ്ട്, അവൻ്റെ പെർഫോമൻസ് എങ്ങനെ, അവൻ ആഹാരം കഴിക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഉണ്ണി, എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര നാളായി വണ്ടി എടുത്തിട്ട് 1 മാസം ഏകദേശം ആകാൻ പോകുന്നു. 1 മാസമായില്ലേ? 1000 കിലോമീറ്ററോളമായി. ഓക്കെ, ഒരു സർവീസ് കഴിഞ്ഞു. ഒരു സർവീസ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് നിൻ്റെ ഒരു പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണോ വണ്ടി തന്നത്? അതെ, ഞാൻ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. എനിക്കിതുവരെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. സാധാരണ റിവ്യൂസിലൊക്കെ ഒരുപാട് ഡ്രോബാക്ക് ഞാൻ കേട്ടിരുന്നു, പിന്നെ സസ്പെൻഷനെ കുറിച്ചൊക്കെ. പക്ഷേ എനിക്ക് അത്ര ഒരു ഫീൽ വന്നില്ല. കാരണം ഞാൻ ലോങ് റൈഡ് അധികം പോകാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ അത്യാവശ്യം കട്ടറുള്ള വഴി കൂടെയൊക്കെ തന്നെ ഓടിച്ചത്. അതായിരുന്നു എൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. പിന്നെ വണ്ടി ഓവറോൾ എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലുക്ക് എവിടെ പോയാലും ആളുകൾ നോക്കുന്നുണ്ട്, ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. ശരി, സാറ്റിസ്ഫൈഡ് ആണ്. 1000 കിലോമീറ്റർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതെ, ഞാനും പ്രതീക്ഷിച്ചിരുന്നത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലെ ഷോക്കറാണെന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിപ്പം ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്ന് 4 കിലോമീറ്ററോളം ഓടിച്ചുകൊണ്ട് വന്നതെല്ലാം ചെറിയ ചെറിയ ഗട്ടറുള്ള സ്ഥലമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഭംഗി കണ്ടിട്ട് ഇതൊന്ന് എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പം ഒരു 4-5 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓടിച്ചുകൊണ്ട് പോന്നിട്ട് കൂടുതലും ചെറിയ ചെറിയ ഗട്ടറുകളുള്ള വഴി കൂടെ തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് ഇതിൻ്റെ ബാക്കിലെ ഷോക്കർ കൊണ്ട് നമ്മുടെ നടുവിനൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. മാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ നല്ല വൈഡ് ഹാൻഡിലാണ്. അപ്പോൾ ഈ വൈഡ് ഹാൻഡിലുള്ളതുകൊണ്ട് നമുക്ക് കയ്യിലൊരു ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഷോവയുടെ സസ്പെൻഷനാണല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഷോവയുടെ സസ്പെൻഷനാണ്. ഈ ഷോവ എന്ന പേര് പോലും ഇപ്പം നമ്മളുടെ ഹിമാലയൻ എന്ന റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വണ്ടിയുടെ ഇതിലാണ് ഷോവ എന്ന് കൂടുതൽ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു തരത്തിലുള്ളൊരു ജെർക്കിങ് എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് വന്നത്. ഇതാണ് ഈ റോഡ്, ഇവിടുത്തെ റോഡെന്ന് പറയണത് ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ റോഡിൻ്റെ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 650cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ, അതാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ GT-ലും ഇൻ്റർസെപ്റ്ററിലും ഒക്കെ ഉള്ള സെയിം എഞ്ചിൻ തന്നെ. പവർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 52 Nm ടോർക്ക് ഫുൾ പവർ കിട്ടുന്നത് നമുക്ക് 5650 RPM-ലാണ്. ഇൻ്റർസെപ്റ്ററിനും GT-ക്കും അത് 5150-ലാണ്. അതിൻ്റെ വ്യത്യാസം ഈ വെയിറ്റിൻ്റെ, മെയിനായിട്ടും വെയിറ്റിൻ്റെയാണ്. ഇതൊരു 250 കിലോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 50 കിലോ വ്യത്യാസം ഈ വണ്ടികൾ തമ്മിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഹാൻഡിൽ ബാർ തന്നെ നോക്കിയാൽ കാണാം. ഈ സ്വിച്ചസിൻ്റെയും ആ സ്വിച്ചസ് വെച്ചേക്കണ ആ ഒരു പാർട്ടിൻ്റെയൊക്കെ ഇതൊക്കെ ഫുള്ള് മെറ്റലാണ്. റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഈ മെറ്റിയോർ 650 തൊട്ടാണ് ഈ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വന്നു തുടങ്ങിയത്. കാരണം അത്യാവശ്യം നല്ല സ്വിച്ചസും ആ ഒരു കവറിങ്ങും എല്ലാം ഹാൻഡിലും എല്ലാം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മുമ്പത്തെ വണ്ടികളിലൊക്കെ താഴെ തന്നെ ഇപ്പോൾ എനിക്ക് GT ഉണ്ടായിരുന്നു. GT-യുടെയൊക്കെ സാധാ ഒരു ബൈക്കിൻ്റെ പോലത്തെ സ്വിച്ചും അത്ര ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. ജസ്റ്റ് വെറും ഒരു പ്ലാസ്റ്റിക് സ്വിച്ച് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സ്വിച്ചസും എല്ലാം നല്ല പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെൽഡിംഗ് പാർട്ട് ഈ മറ്റ് റോയൽ എൻഫീൽഡ് വണ്ടി നോക്കുവാണെങ്കിൽ തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെയാണ് ആ വെൽഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ല ക്ലീനായിട്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വണ്ടി പുറത്തോട്ട് കയറ്റി വിടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചവർ രീതിയിലല്ല അത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ജസ്റ്റ് ടൈം നോക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇതുകൊണ്ട് എനിക്കൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഹെൽപ്പ് വരുന്നത് വെച്ചാൽ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാപ്പ് ആയിട്ട് കാണാൻ പറ്റുവാണെങ്കിലാണ് ഇതിന് യഥാർത്ഥ യൂസ് ഉള്ളൂ. ഇത് പക്ഷേ നമുക്ക് ജസ്റ്റ് ടേണിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൊരു ഇൻഡിക്കേഷൻ വരുന്നത്. പക്ഷേ ഇതിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കൺജസ്റ്റഡ് ആയ ടൗണിൽ കൂടെയോ ഒക്കെയാണ് ഇതിട്ട് പോകുന്നതെങ്കിൽ ഇത് ജസ്റ്റ് റൈറ്റ് തിരിയാൻ മാത്രമേ ആരോ കാണിക്കും ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ്. പക്ഷേ നമ്മളിപ്പോൾ അവിടെ ചെല്ലാൻ നേരത്തിൽ ഇപ്പോൾ 1-2 റൈറ്റ് കാണും ആ സ്ഥലത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതാണ് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ ഇതൊരു
യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് പകരമായിട്ട് ഇതേ അളവിൽ തന്നെ ഒരു ടാക്കോമീറ്റർ വെക്കുമായിരുന്നെങ്കിൽ അത് ഇച്ചിരി ലുക്കായിരുന്നു, അതായത് നമ്മുടെ GT യിലോ ഇൻ്റർസെപ്റ്ററിലൊക്കെ ഉള്ള പോലെ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഈ സാധനം ഇവിടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണതുകൊണ്ട് തന്നെ ആ കോൾ വരുന്നത് കൂടെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ആ കോൾ ആരെ വിളിക്കുന്നതെന്നെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊരു മാപ്പിൻ്റെ ഒരു നാവിഗേഷൻ ജസ്റ്റ് ടേണിങ്സ് മാത്രമേ ഇത് വരുന്നുള്ളൂ. അതെനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ പുതിയ ഹിമാലയനെ മാത്രമേ ഫുൾ മാപ്പായിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇത് തന്നെയാണ്. ഇത് ശരിക്കും യൂസ്ലെസ് സാധനമാണ്, ഇതെനിക്ക് യൂസായിട്ട് തോന്നിയിട്ടില്ല. ഇതിൻ്റെ മറ്റൊരു അത് ഇരുന്ന കുഴപ്പമില്ല തുറന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് ഉണ്ട്, ഒന്ന് കാണിച്ചേ. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് വേറൊന്നും വരുന്നത് ഇതിൻ്റെ USB ചാർജിങ് ആണ്. ശരിക്കും കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ നമ്മുടെ USB ചാർജിങ് വരുന്നത് ഇതിൻ്റെ ഈ ടൂൾ ബോക്സിനുള്ളിലാണ്. ഓക്കെ, ഇതിനുള്ളിൽ കൂടെ കേബിൾ എടുത്ത ശേഷം ഇതിനുള്ളിലൂടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ എടുത്ത് ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടി നല്ല ചൂടെന്ന് പറഞ്ഞാൽ വളരെയധികം ചൂടാകുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു കേബിളോ എന്തെങ്കിലും ഇതിലെടുത്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഉരുവെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് റൈഡിങ്ങിൽ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ അത് ഇതിലേക്ക് ഇൻസുലേഷൻ ചെയ്ത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഹീറ്റിംഗ് നല്ല രീതിയിലുണ്ട്, കാരണം ഇത് 650 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സാധാ 650 എഞ്ചിനുള്ള അതേ ഹീറ്റിംഗ് വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഹീറ്റിംഗ് ഉണ്ട്. 50 കിലോമീറ്ററോളം ഏകദേശം ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് ഹീറ്റ് നമ്മുടെ, അതായത് നമ്മൾ സാധാ ബോക്സറോ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ജീൻസ് എങ്കിലും വെയർ ചെയ്യണം, എന്തായാലും പറ്റുള്ളൂ. കാരണം ഓട്ടത്തിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല, കാരണം നന്നായിട്ട് കാല് ഫ്രണ്ടോട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം എയർ കയറി പോകുന്നതുകൊണ്ട് ആ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പാർക്കിങ്ങിലോ പെട്ടെന്ന് നിർത്താൻ നേരത്ത്, കാല് കുത്താൻ നേരത്ത് ചെറിയൊരു ഹീറ്റ് നമ്മുടെ ഈ കാലിൻ്റെ അടിവശത്ത് വന്നായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ജീൻസോ അങ്ങനെ കട്ടിയുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല. അത് കോട്ടൺ പാൻറ്റോ അങ്ങനെയെല്ലാം ആണെങ്കിൽ ചെറിയ രീതിയിൽ അത് തോന്നും. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഹീറ്റിംഗ് അത്ര നമ്മളെ GT വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ബോഡിയിലേക്ക് അത്ര രീതിയിൽ വരത്തില്ല. ഇത് ചെറിയ രീതിയിൽ മാത്രമേ ബോഡീനെ ഹിറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ രണ്ട് വണ്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതെന്തുകൊണ്ട് സെയിം സ്ഥലത്ത് തന്നെയല്ലേ എഞ്ചിൻ ഇരിക്കുന്നത്? പിന്നെന്താ അതിൻ്റെ റൈഡിംഗ് പൊസിഷനാണ്. ഇതിൻ്റെ കാലുണ്ട്, ഇതിൻ്റെ കാല് ഇത്ര ഫ്രണ്ടോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൈ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്നത്. ഇൻ്റർസെപ്റ്ററിനും GT സംബന്ധിച്ചിടത്തോളം കാല് ഇങ്ങനെ ക്രോസാണ്, ഇതിലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ കാഫിനും തുടക്കൊക്കെ ഈ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഹീറ്റ് അടിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ കാല് ഈ ഫ്രണ്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതിലേ വരുന്ന കാറ്റ് ഇതിനിടയിൽ കൂടെ പോവുകയും ചെയ്യും, നമ്മുടെ കാലിലോട്ട് അധികം ഹീറ്റ് വരത്തില്ല. ഓക്കെ, ഇൻ കേസ് വണ്ടി നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് ജസ്റ്റ് ഒരു ഹീറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുള്ളൂ, എന്നാലും അത്ര ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഹൈറ്റിനെ കുറിച്ച് എന്താണ് നിനക്ക് തോന്നിയിട്ടുള്ളത്? ഹൈറ്റ് സത്യം പറയാൻ നമുക്ക് അതിൻ്റെ പേപ്പേഴ്സിൽ കാണാൻ നേരത്ത് ഇതിൻ്റെ ഹൈറ്റ് തീരെ കുറവാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ അടി തട്ടുമെന്ന് തന്നെയാണ് തോന്നുള്ളൂ, കാരണം ഇതിനും CBR 650 ഏകദേശം സെയിം ഹൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോക്ക് അത്യാവശ്യം ഹാർഡാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡല്ല, അത്യാവശ്യം ഹാർഡാണ്. അങ്ങനെയൊന്നും അങ്ങനെ പുഷ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അടി ഇടിക്കുന്ന പ്രശ്നം ഇതിനില്ല. സത്യം പറഞ്ഞാൽ ഇത്ര ഒരു പൊക്കം കുറഞ്ഞ വണ്ടിയൊക്കെ സാധാരണ ചെറിയ ഹമ്പൊക്കെ അത്യാവശ്യം സ്പീഡിൽ വന്ന് ചാടിയാൽ അടി ഇടിക്കേണ്ടതാണ്. പക്ഷേ ഇതിന് ഇതുവരെ ഞാൻ 1000 കിലോമീറ്റർ ഓടിച്ചതിൽ നല്ല കട്ടറുള്ള വഴി കൂടെ ഹമ്പുമൊക്കെ ചാടിയാണ് പോയത്. പക്ഷേ ഒരിക്കൽ പോലും ആ ഒരു അടി തട്ടുന്നത് ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷോക്ക് തന്നെയാണ്. ഇതിൻ്റെ ഷോക്ക്, ബാക്കിലെ ഷോക്ക് ഇത്തിരി ഹാർഡാണ് എങ്കിൽ തന്നെയും നമ്മുടെ ഗട്ടറുകൾ ചാടുമ്പോഴത്തേക്കും നമ്മളെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഈ ലൈറ്റിനെ കുറിച്ചാണ്. ഇത് LED ലൈറ്റ് അല്ലേ? അതെ, LED ലൈറ്റാണ് വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് രാത്രിയിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നുമില്ല. ഇത് വെട്ടം കൂടുതൽ വൈഡായിട്ടാണ് ഇതിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. ആവറേജ് ഒരുപാട് വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ നമുക്കിത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ താഴെ തന്നെ സ്ക്രൂ ഉണ്ട്, എവിടെയാണ് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ പെർഫോമൻസ് ലൈറ്റിനില്ല. ആവറേജ്. നിനക്കൊരു എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു? എക്സ്ട്രാ ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. അതിപ്പോൾ ജസ്റ്റ് ഇപ്പം എടുത്തേ ഉള്ളൂ, പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ ട്രിപ്പൊക്കെ പോണതിന് മുമ്പോടിയായിട്ട് അഡീഷണൽ ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ട്. ഒന്നും ലോങ് ഇതുവരെ പിടിച്ചിട്ടില്ല. ലോങ് എടുക്കുന്നതിന് മുമ്പ് എന്തായാലും ലൈറ്റും എല്ലാം അഡീഷണൽ ചെയ്യേണ്ടി വരും. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ലൈറ്റുകൾ കിട്ടില്ലേ? റോയൽ എൻഫീൽഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റാണ് കൂടുതൽ സൗകര്യം. സീറ്റിനെ കുറിച്ച് വേണമെങ്കിൽ സിംഗിൾ റൈഡ് ആണെങ്കിൽ ഈ സീറ്റ് ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പില്ലിയൻ സീറ്റ് തീരെ സൈസ് കുറവാണ്. അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് അധികം പോകാൻ പറ്റത്തില്ല, അതിന് സീറ്റ് മാറേണ്ടി വരും. സിംഗിൾ റൈഡാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് തന്നെ സീറ്റ് മാറാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എപ്പോഴും അതായത് 2 പേരാണ് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് എപ്പോഴും മാറുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് തീരെ ചെറുതാണ്, നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ ഇരിക്കാൻ ആൾ മടുക്കും. സിംഗിൾ റൈഡാണ് എപ്പോഴും നല്ലത്. പക്ഷേ എന്നാലും ഈ ടൂറിംഗ് സീറ്റിന് എത്ര രൂപയാവും? അത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണെങ്കിൽ 8000 രൂപയോളം അഡീഷണൽ വരും. റോയൽ എൻഫീൽഡിൻ്റെ റേറ്റ് കൂടുതലാണ്, പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് കിട്ടും. പക്ഷേ ഇപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് അല്പം റേറ്റ് കൂടുതലാണ്. ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ്, കുഴപ്പമില്ലാത്തതാണ്. ക്വാളിറ്റി കുഴപ്പമില്ല. ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 15 ലിറ്ററാണ്.
റിസർവ് എത്ര ഉണ്ടാവും? റിസർവ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് റിസർവ് ആയിട്ടില്ല. അല്ലെങ്കിൽ റിസർവ് ഇൻഡിക്കേറ്റർ അവിടെ വരും, ഇതിൻ്റെ മീറ്ററിൽ കാണിക്കും റിസർവിൽ എത്ര ഓടിയെന്ന്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിനുണ്ട്. റിസർവ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് തെളിഞ്ഞ ശേഷം റിസർവിൽ ഓടിയ കിലോമീറ്റർ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. ശരി, എന്നാലൊരു 2-3 ലിറ്റർ 3 ലിറ്ററോളം ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ ഓർക്കുന്നില്ല, GT-ക്ക് 3 ആയിരുന്നു. അപ്പോൾ ഇതും ആ ഒരു റേഞ്ച് ആയിരിക്കും. മൈലേജിനെ കുറിച്ച് ചോദിക്കുന്നത് മോശമാണെന്നറിയാം. കാരണം 650 cc പോലുള്ള ഒരു വലിയ വണ്ടിയുടെ മൈലേജ് ചോദിക്കുന്നത്, മൈലേജ് ചോദിച്ച ഒരാൾ എന്തായാലും ഈ വണ്ടി എടുക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാരന് ഭയങ്കര മോഹമുള്ള ആൾക്കാരുണ്ടാവും ഈ വണ്ടിയോട്. അപ്പം അവർ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്. മൈലേജ് നോക്കി എടുക്കണവരാണെങ്കിൽ ഈ വണ്ടി ഒരിക്കലും എടുക്കില്ല. കാരണം മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കമ്പനി 25-26ഒക്കെയാണ് പറയുന്നതെങ്കിലും എനിക്കൊരു 20 താഴെ കിട്ടുന്നുള്ളൂ. കാരണം ഞാൻ മൈലേജ് കാര്യമായിട്ട് നോക്കുന്നില്ല, എന്നാലും 20 താഴെ കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഡെയിലി യൂസ് ആണ് ചെയ്യുന്നത്. ലോങ് റൈഡ് പോയപ്പോൾ ജസ്റ്റ് ഒരു 22 കിട്ടിയെന്നല്ലാണ്ട് അതിൽ കൂടുതലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പക്ഷേ ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ? ഫസ്റ്റ് സർവീസ് ആണെങ്കിൽ മുമ്പാണ് ഞാൻ പോയത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മൈലേജ് കുറച്ചും കൂടെ കൂടാൻ സാധ്യത ഉണ്ടാവും. ഒരു 23-24 കിട്ടുമെന്ന് തോന്നുന്നു. 23-24 പറയാൻ പറ്റില്ല. കാരണം എനിക്ക് GT ഉണ്ടായിരുന്നതാണ് സെയിം എഞ്ചിൻ. അതെനിക്ക് ഞാൻ ലോങ് പോയാലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 20ഒക്കെയാണ്. അത് ലോങ് പോയാലും അത് ഇത് ഇത്ര വെയിറ്റും ഇല്ല, എന്നിട്ട് പോലും 20 കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന് അതിലും വെയിറ്റും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് അത് അത്ര പ്രതീക്ഷയില്ല. കാരണം ഞാൻ മൈലേജ് നോക്കാറില്ല മെയിനായിട്ടും. കാരണം നമ്മൾ ഇത് മൈലേജ് നോക്കിയെടുത്തൊരു വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ റൈഡിങ് കംഫോർട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിതിപ്പോൾ എടുത്തിട്ട് ഒരു തൃശ്ശൂർ ഒറ്റ സ്ട്രെച്ചിന് പോയിട്ട് തിരിച്ചു വന്നു. അതായത് 240 കിലോമീറ്ററോളം ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചു. അതിൻ്റെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൈഡിങ് പൊസിഷൻ ഒട്ടും കംഫോർട്ട് അല്ലായിരുന്നു. ഞാനങ്ങനെ ഓടിച്ചിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും ജസ്റ്റ് എടുത്ത് ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഡിസ്കംഫോർട്ട് മാറി കിട്ടി. തൃശ്ശൂർ ഞാൻ ഒറ്റ സ്ട്രെച്ചിനാണ് പോയത്. ജസ്റ്റ് തൃശ്ശൂർ ഒന്ന് ഇറങ്ങി നാരങ്ങാവളം കുടിച്ചു, തിരിച്ചു പോന്നു. 240 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഓടിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ കംഫോർട്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ക്ഷീണവും തോന്നിയില്ല. അങ്ങനെ റോഡ് പണി ചില സ്ഥലത്ത് നടക്കണോണ്ട് ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ചില ഹീറ്റിംഗ് പ്രോബ്ലം. ഞാനിങ്ങനെ റൈഡിംഗ് ഡ്രസ്സ് ഇട്ടല്ല പോയിരുന്നത്, ജസ്റ്റ് ഒരു ജീൻസ് ഇട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ജസ്റ്റ് കുറച്ച് വേദന, തുടക്കൊക്കെ വേദന എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സാധാ ഒരു കോട്ടൺ പാൻ്റൊക്കെ ഇട്ട് റൈഡ് പോയി. ആ സമയത്ത് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഡിസ്കംഫോർട്ടും ഇല്ലായിരുന്നു. നല്ല സുഖമായിട്ട് ഓടിച്ച് പോരാൻ പറ്റി. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ മൈലേജ് നോക്കി എടുക്കാൻ അവർക്കൊന്നും പറ്റിയ വണ്ടിയല്ല. മൈലേജ് ഇങ്ങനത്തെ വണ്ടിക്ക് കിട്ടും. യാത്ര സുഖകരമാണ്. സിംഗിൾ സീറ്റ്. പിന്നെ ഞാൻ റൈഡ് ചെയ്തില്ല. സിംഗിൾ റൈഡാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കംഫോർട്ട്. നീ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ ഇപ്പോൾ കയറ്റി? ഞാനൊരു 132 കിലോമീറ്റർ, 32-40 ആ ഒരു റേഞ്ചിൽ കയറിയായിരുന്നു തൃശ്ശൂർ പോയപ്പോൾ. അല്ലാണ്ട് അധികം സ്പീഡ് അങ്ങ് എടുത്തിട്ടില്ല. പിന്നെ ഇത് ഇത്ര CC ഉണ്ട്, പവർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൂക്കോ ആ വണ്ടിയൊന്നും കയറുന്ന പോലെ ഇരച്ച് കയറുന്ന ഒരു ഇതില്ല. ലീനിയർ ആയിട്ട് പയ്യെ സ്പീഡ് കയറത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഉദ്ദേശിച്ച രീതിയിലുള്ള ഓവർടേക്കിംഗ് എല്ലാം പറ്റും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അത്ര അഗ്രഷൻ ഇല്ല വണ്ടിക്ക്. വണ്ടി സ്മൂത്തായിട്ടേ കയറത്തുള്ളൂ. പിന്നെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ പിടിപ്പിച്ച് പോവാം, ഒരു ഡിലേ ഇല്ല, അങ്ങ് പറന്നു പോവാം. ഈ കാലെടുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നിയോ? ഈ കാല് ഫ്രണ്ടിലേക്ക് നീട്ടിയാണല്ലോ കാല് വയ്ക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാനിത് പലരും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഫ്രണ്ടോട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷേ അത്ര ഒരു ഡിസ്കംഫോർട്ട് ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നേരെ വിപരീതം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. GT ആയിരുന്നു. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് ഓടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് പിന്നെ യാതൊരുവിധ പ്രശ്നമുണ്ടായിട്ടില്ല. ആ ഒരു ഫീലും. പക്ഷേ ആദ്യമായിട്ട് ഓടിക്കുന്ന ആളെല്ലാം പറയൂ ഇതെങ്ങനെ കയറണം, ഒരു തപ്പലുണ്ട് അവർക്ക് വണ്ടി സ്റ്റാർട്ടായി മൂവ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ അതൊരു ഒരു കുറച്ച് സമയത്തൊക്കെ ഉള്ളത് സംഭവം. ഓക്കെയാണ്. പറഞ്ഞ പോലെ ഈ വണ്ടി എടുത്ത സമയത്ത് ഒരു തവണ ഞാനും വണ്ടി ഓടിച്ചു നോക്കി. അന്നേരം ഈ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കണ പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് അതൊരു ഫീൽ ചെയ്തേയില്ല. എനിക്ക് എടുക്കാൻ ഇതായ കാരണം ശരിക്കും ഇതെടുക്കാൻ ഉദ്ദേശമല്ല ഷോറൂമിലോട്ട് പോയത്. ഞാനും വൈഫ് അനിയനും കൂടെ, എനിക്ക് നേരത്തെ GT ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുത്ത ശേഷം ഡൂക്ക് 200 എടുത്തു. പക്ഷേ അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സാധാ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഏത് വണ്ടി എടുക്കണം. കുറേ വണ്ടികൾ ഇങ്ങനെ മനസ്സിൽ വന്നു. ഹാർലി ആയിരുന്നു കുറേ തപ്പിയത്. കാരണം ഒരു 750 cc എനിക്ക് ഈ മോഡൽ ഒരു ക്രൂയിസിങ് ടൈപ്പ് ബൈക്കായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ കുറേ തപ്പി സെക്കൻഡ് ഹാർലി കുറേ നോക്കിയെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ആയ വണ്ടി വന്നില്ല. ഭയങ്കര വിലയാണ്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഇൻ്റർസെപ്റ്റർ തന്നെ എടുക്കാം. കാരണം ബൈക്ക് ഇല്ലായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ ഇൻ്റർസെപ്റ്റർ എടുക്കാം. അത് ബുക്ക് ചെയ്യാനായിട്ട് ഷോറൂമിലോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഇൻ്റർസെപ്റ്ററും GT-യും സ്റ്റോക്കില്ല. സ്റ്റോക്കില്ലെന്നല്ല, അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോഴേ ഈ വണ്ടിയാണ് അവിടെ വാതിക്കിയിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ റോട്ടിൽ ഓടിപ്പോണ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് മനസ്സിൽ വന്നില്ല. കാരണം ഇതിന് വില അത്യാവശ്യം നല്ലൊരു 5 രൂപയോളം ആകുന്നതുകൊണ്ട്. കൃത്യം ഓൺ ദ റോഡ് 4,85,000 രൂപ ഈ മോഡലിന്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ വണ്ടി ഇല്ലായിരുന്നു, ഇത്ര പൈസ കൊടുത്ത് എടുക്കേണ്ടെന്ന്. പക്ഷേ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിനും അനിയനും എല്ലാം ഈ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് ഇതെടുക്കാമെന്ന് വെച്ചു. ഇതെടുക്കാമെന്ന് വെച്ചാൽ ബുക്ക് ചെയ്തു. ഇത് ഇവിടെ ഡിസ്പ്ലേക്ക് ഇരുന്ന ബൈക്കാണ്. ഇത് അന്ന് തന്നെ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം ബില്ലടച്ചു. അതിൻ്റെ പിറ്റേ ദിവസം വണ്ടി
അതിൻ്റെ വില സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വില വരുന്നത് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 360-80 ആ റേഞ്ചിലാണ് വരുന്നത്. അത് ഇൻഷുറൻസ് ടാക്സ് ഉൾപ്പെടെ. ഇതിപ്പോൾ എനിക്ക് ഓൺ റോഡ് ഇറക്കേണ്ടി വന്നത് 4,85,000 രൂപയാണ്. അത് കൂടാണ്ട് നമ്മളിപ്പോൾ ഞാൻ എക്സ്റ്റൻഡഡ് വാറൻറ്റിയോ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. ജസ്റ്റ് റോഡ് സൈഡ് അസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് 4,85,000 കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ എക്സ്റ്റൻഡഡ് വാറൻറ്റിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ ആവും ഈ മോഡലിന്. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഒരു മോഡലും ഉണ്ട് കളർ ചേഞ്ച്, അത് 5 രൂപ മുകളിലാവും. പിന്നെ നമ്മൾ ഇച്ചിരി സ്പെൻഡ് ചെയ്തത് പിന്നെ അതിന് PPF ചെയ്തു. PPF ആലുവയിൽ ഓട്ടോക്രോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ചെയ്തത്. അതിന് എത്ര രൂപയും? അത് 5 കൊല്ലം വാറണ്ടി ഉൾപ്പെടെ 12,000 രൂപ. 12,000 രൂപ. പിന്നെ മെയിനായിട്ടും പൈസ ഫസ്റ്റ് സർവീസ് 3,000 രൂപകളായി. ഫസ്റ്റ് സർവീസ് നമുക്ക് ഓയിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓയിൽ ചേഞ്ചും എയർ ഫിൽറ്ററും ആ 2 ചേഞ്ചേ ഉള്ളൂ 500 കിലോമീറ്ററിൽ. അതിനൊരു 3,000 രൂപയായി. കാരണം 3 ലിറ്റർ ഓയിലും എയർ ഫിൽറ്റർ ചേഞ്ചും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് 3,000 രൂപയായി. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ 10,000 ഉള്ളൂ ഈ ചേഞ്ചൊക്കെ. 5,000 നമുക്ക് ജസ്റ്റ് ചെക്കപ്പേ ഉള്ളൂ. വേറെ ചേഞ്ച് ഒന്നുമില്ല. 3,000 രൂപയായി. 3,000 രൂപ 500 കിലോമീറ്റർ. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് വളരെ നല്ലൊരു നമ്പറാണ് കിട്ടിയേക്കുന്നത്, 123. അതിപ്പോൾ വൈക്കത്ത് L സീരീസ്. ഈ നമ്പറിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നത്? ഇതിപ്പോൾ വേറെ ആരും ബിഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് 10,000 രൂപയ്ക്കാണ് കിട്ടിയത്. വേറെ ആരും ബിഡിങ്ങിന് വന്നത്. ഇതിന് ബേസ് പ്രൈസ് 10,000 രൂപയാണ് 123 ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് കിട്ടിയതാണ് 10,000 രൂപയ്ക്ക്. ഇല്ലെങ്കിൽ പൈസ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഈ സിംഹത്തിൻ്റെ വിശേഷങ്ങൾ. സിംഹം നല്ല ഒന്നാന്തര സിംഹമാണ്. അതുകൊണ്ട് വണ്ടി ഇഷ്ടപ്പെടുന്നവർ, വണ്ടിയുടെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർ, പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണു അടച്ചെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നിങ്ങൾ ബാക്കിലെ ഷോക്കറിനെ കുറിച്ച് അത്ര വറി ചെയ്യേണ്ട കാര്യമില്ല. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല.